ഹായ് ഫ്രണ്ട്സ്, എറണാകുളം റിയൽ എസ്റ്റേറ്റ് ആൻഡ് മാർക്കറ്റിംഗ് എന്ന വിൽപ്പനയ്ക്കുള്ള വീടുകൾ പരിചയപ്പെടുത്തുന്ന ഈ യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട എല്ലാ സുഹൃത്തുക്കൾക്കും നമസ്കാരം. ഞാൻ ഷിബു ചമ്പക്കര. ഇന്ന് എറണാകുളം കോട്ടയം റൂട്ട് ഉദയംപേരൂര് നടക്കാവിന് അടുത്ത് മെയിൻ റോഡിൽ നിന്നും 350 മീറ്റർ അടുത്ത് ടാർ റോഡ് ഫ്രണ്ട് 5 സെൻറ്റ് സ്ഥലത്ത് സ്വന്തം ആവശ്യത്തിന് ചെങ്കല്ലിലും ചരലിലും പണിത 1800 സ്ക്വയർ ഫീറ്റ് 9 വർഷം പഴക്കമുള്ള ഒരു കിടിലൻ 3 BHK സെമി ഫർണിഷ്ഡ് ഇരുനില വീടിൻ്റെ വിശേഷങ്ങളാണ് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. ടാർ റോഡിന് അഭിമുഖമായി കിഴക്ക് ദർശനത്തിൽ വാസ്തുപ്രകാരമാണ് ഈ വീട് പണിതിരിക്കുന്നത്. ഫ്രണ്ട് മതിലിൽ നല്ല രീതിയിലുള്ള ഡിസൈൻ വർക്ക് കൊടുത്തിട്ടുണ്ട്. ചുറ്റുമതിൽ നല്ല പവർഫുൾ ആയിട്ടുള്ള ഒരു സ്ലൈഡിംഗ് മോഡൽ ഗേറ്റ്, വാട്ടർ കണക്ഷൻ, ശുദ്ധമായിട്ടുള്ള വെള്ളമുള്ള കിണർ, ഇലക്ട്രിസിറ്റി, ഫസ്റ്റ് ഫ്ലോറിലേക്ക് അകത്തുകൂടിയും പുറത്തുകൂടിയും സ്റ്റെയർ, കാർ പാർക്കിംഗ്, താഴെ 2 അറ്റാച്ച്ഡ് ബെഡ്റൂം, ഗസ്റ്റ് ലിവിംഗ് ഏരിയ, ഡൈനിങ് ഏരിയ, കിച്ചൺ, വർക്ക് ഏരിയ, ഫസ്റ്റ് ഫ്ലോറിൽ ഒരു അറ്റാച്ച്ഡ് ബെഡ്റൂം, അപ്പർ ലിവിംഗ് ഏരിയ, ഓപ്പൺ ഏരിയ, ബാൽക്കണി, അങ്ങനെ എല്ലാ സൗകര്യങ്ങളോടും കൂടിയാണ് ഈ വീട് പണിതിരിക്കുന്നത്. ഗേറ്റ് കടന്നു വരുന്നത് ഒരു കവേർഡ് കാർ പാർക്കിംഗ് ഏരിയയിലേക്കാണ്. ഈ ഭാഗം ഇവർ മൊത്തം നല്ല ക്വാളിറ്റി കൂടിയ പോർച്ച് ടൈലാണ് വിരിച്ചിരിക്കുന്നത്. അമേരിക്കയിൽ സ്ഥിര താമസമുള്ള ഒരു ഫാമിലിക്ക് നാട്ടിൽ വരുമ്പോൾ മാത്രം താമസിക്കുന്നതിന് വേണ്ടി പണിത ഒരു വീടാണിത്. ഈ വീട്ടിൽ ഇപ്പോൾ ആൾതാമസമൊന്നുമില്ല, വെറുതെ പൂട്ടിയിട്ടിരിക്കുകയാണ്. വീടിൻ്റെ ലെഫ്റ്റ് കോർണറിലായിട്ട് ഒരു കിണർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിനോട് ചേർന്ന് തന്നെ വാട്ടർ അതോറിറ്റി പൈപ്പ് വെള്ളം സ്റ്റോർ ചെയ്യുന്നതിനായിട്ടുള്ള നല്ല കപ്പാസിറ്റി ഉള്ള ഒരു വാട്ടർ ടാങ്ക് കൊടുത്തിട്ടുണ്ട്. വാട്ടർ ടാങ്ക് കോൺക്രീറ്റിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ മുകളിൽ സ്ലാബൊക്കെ ഇട്ട് സേഫ്റ്റി ആക്കിയിട്ടുണ്ട്. അതിൽ ഒരു മൂടിയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഫ്രണ്ട് കാർ പാർക്കിംഗ് ഏരിയയിലും ലെഫ്റ്റ് സൈഡിലുമായിട്ട് 3 കാറ് പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. നല്ല കൺസ്ട്രക്ഷനിലുള്ള ഒരു വീട് വേണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് വിശ്വസിച്ച് വാങ്ങാൻ പറ്റിയ ഒരു വീടാണിത്. ഇനി നമുക്ക് പരിചയപ്പെടാനുള്ള സിറ്റ് ഔട്ടാണ്. ഫ്രണ്ട് സ്റ്റെപ്പുകളും സിറ്റ് ഔട്ടും മൊത്തം ബ്ലാക്ക് ഗ്രാനൈറ്റിലാണ് വിരിച്ചിരിക്കുന്നത്. ഫ്രണ്ട് സ്റ്റെപ്പിൻ്റെ നീളം 5.25 അടിയും വീതി 32 സെൻറ്റിമീറ്ററുമാണ്. ഈ സിറ്റ് ഔട്ടിൻ്റെ വലിപ്പം 9 അടി നീളവും 7 അടി വീതിയുമാണ്. 63 സ്ക്വയർ ഫീറ്റാണ് ഈ സിറ്റ് ഔട്ട് ഉള്ളത്. സിറ്റ് ഔട്ടിൻ്റെ ലെഫ്റ്റ് ഭാഗത്തായിട്ട് നല്ല ക്വാളിറ്റിയുള്ള ഒരു കർട്ടനൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്, അകത്തേക്ക് വെയിലൊന്നും അടിക്കാതിരിക്കാനായിട്ട്. സിറ്റ് ഔട്ടിൻ്റെ വാളിൽ മൊത്തം ക്ലാഡിംഗ് ടൈലാണ് ഒട്ടിച്ചിരിക്കുന്നത്. ഫ്രണ്ട് ഡോറ് ലെഫ്റ്റ് സൈഡിലേക്ക് തുറക്കും വിധം ഒറ്റപ്പാളിയായിട്ടാണ് പണിതിരിക്കുന്നത്. ഇതാണ് ഗസ്റ്റ് ലിവിംഗ് ഏരിയ. ലിവിംഗ് ഏരിയയുടെ തട്ടിൽ LED ലൈറ്റ്സ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ലിവിംഗ് ഏരിയയുടെ വലിപ്പം 14.5 അടി നീളവും 12.25 അടി വീതിയുമാണ്. 185 സ്ക്വയർ ഫീറ്റാണ് ലിവിംഗ് ഏരിയയുള്ളത്. ലിവിംഗ് ഏരിയയിൽ നിന്ന് ഡൈനിങ് ഏരിയയിലേക്ക് കടക്കുന്ന ഭാഗത്ത് അലങ്കാര വസ്തുക്കൾ വയ്ക്കുന്നതിനായി കലാപരമായി ലെഫ്റ്റ് ഭാഗത്തും റൈറ്റ് സൈഡിലും ഷെൽഫുകൾ വരത്തക്ക വിധത്തിൽ ഒരു നല്ല വർക്ക് കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഡൈനിങ് ഏരിയ. ഈ ഡൈനിങ് ഏരിയയുടെ വലിപ്പം 14.25 അടി നീളവും 10 അടി വീതിയുമാണ്. 142 സ്ക്വയർ ഫീറ്റാണ് ഈ ഡൈനിങ് ഏരിയ ഉള്ളത്. തട്ടിലാണെങ്കിൽ നല്ലൊരു ജിപ്സം ബോർഡ് ഡിസൈൻ വർക്ക് കൊടുത്തിട്ടുണ്ട്. ലെഫ്റ്റ് കാണുന്ന ഭിത്തിയിലായിട്ട് ഒരു ഷോക്കേഴ്സ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിനോട് ചേർന്ന് തന്നെ ഒരു വാഷ് ബേസിനും അതിൻ്റെ മുകളിലായിട്ട് ഒരു മിററും ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാണ് ഗ്രൗണ്ട് ഫ്ലോറിലുള്ള ഫസ്റ്റ് ബെഡ്റൂം. ഈ ബെഡ്റൂമിൻ്റെ വലിപ്പം 9.25 അടി നീളവും 9.25 അടി വീതിയുമാണ്. 95 സ്ക്വയർ ഫീറ്റാണ് ഈ ബെഡ്റൂം ഉള്ളത്.
ഇവിടെയുള്ള മറ്റൊരു പ്രത്യേകത, എല്ലാ മുറികളുടെയും ജനലുകളിൽ കർട്ടൻ വർക്ക് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഇതാണ് ഇവിടുത്തെ അറ്റാച്ച്ഡ് ബാത്റൂം. ഡോറിലാണെങ്കിൽ ഗ്ലാസ്സിൽ നല്ലൊരു പിക്ചർ വർക്ക് കൊടുത്തിട്ടുണ്ട്. വാളിലും ഫ്ലോറിലും വൈറ്റ് കളറും ബ്ലാക്ക് കളറുമായിട്ടുള്ള ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഈ ബാത്റൂമിൻ്റെ വലിപ്പം 6.5 അടി നീളവും 4 അടി വീതിയുമാണ്. 26 സ്ക്വയർ ഫീറ്റാണ് ഈ ബാത്റൂം ഉള്ളത്. ഇതാണ് ഇവിടുത്തെ രണ്ടാമത്തെ ബെഡ്റൂം. നല്ല വലിപ്പമുള്ള ഒരു ബെഡ്റൂമാണിത്. റൂമിൻ്റെ റൈറ്റ് സൈഡിൽ കോർണറിലായിട്ട് ഒരു വാർഡ്രോബ്സ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് ഒരു ഡ്രസ്സിങ് ടേബിളും ഒരു മിററും കൂടി സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ബെഡ്റൂമിൻ്റെ വലിപ്പം 13 അടി നീളവും 11.25 അടി വീതിയുമാണ്. 146 സ്ക്വയർ ഫീറ്റാണ് ഈ ബെഡ്റൂം ഉള്ളത്. ഇതാണ് അറ്റാച്ച്ഡ് ബാത്റൂം. ഈ ബാത്റൂമിൻ്റെ വലിപ്പം 6 അടി നീളവും 4.25 അടി വീതിയുമാണ്. 25.5 സ്ക്വയർ ഫീറ്റാണ് ഈ ബാത്റൂം ഉള്ളത്. ബാത്റൂമിലാണെങ്കിൽ എല്ലാ ടാപ്പ് ഫിറ്റിങ്സുകളും ബാത്റൂം ഫിറ്റിങ്സുകളും ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിവിടെ പരിചയപ്പെടാനുള്ളത് അടുക്കളയാണ്. ഇതാണ് അടുക്കള. അടുക്കളയുടെ ഡോറിലും നല്ലൊരു പിക്ചർ വർക്ക് കൊടുത്തിട്ടുണ്ട്. സെമി ഫർണിഷ്ഡ് ആയിട്ടുള്ള ഒരു അടുക്കളയാണിത്. ഫ്ലോറിലാണെങ്കിൽ വുഡൻ ടൈപ്പ് ആൻറ്റി സ്കിഡ് ടൈലാണ് വിരിച്ചിരിക്കുന്നത്. കിച്ചൺ സ്ലാബ് മൊത്തം ബ്ലാക്ക് ഗ്രാനൈറ്റ് സ്ലാബിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഈ അടുക്കളയുടെ വലിപ്പം 10 അടി നീളവും 8.25 അടി വീതിയുമാണ്. 87.5 സ്ക്വയർ ഫീറ്റാണ് ഈ അടുക്കളയുള്ളത്. ഇവിടെ അടുക്കളയോട് ചേർന്ന് തന്നെ ഒരു വർക്ക് ഏരിയ കൊടുത്തിട്ടുണ്ട്. അടുക്കളയിൽ നിന്നും വർക്ക് ഏരിയയിലേക്ക് കിടക്കുന്നതിനായിട്ട് ഒരു ഡോർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ അത്യാവശ്യം നല്ല വലിപ്പത്തിലുള്ള ഒരു സ്ലാബാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അതിൽ നല്ലൊരു സിങ്ക് കൊടുത്തിട്ടുണ്ട്. ഇവിടെ റൈറ്റ് സൈഡിലെ ഭിത്തിയിലായിട്ട് വാഷിംഗ് മെഷീൻ സെറ്റ് ചെയ്യാനുള്ളൊരു സൗകര്യം കൊടുത്തിട്ടുണ്ട്. ഈ വർക്ക് ഏരിയയുടെ വലിപ്പം 10 അടി നീളവും 6.25 അടി വീതിയുമാണ്. 62.5 സ്ക്വയർ ഫീറ്റാണ് വർക്ക് ഏരിയ ഉള്ളത്. വർക്ക് ഏരിയയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുന്നതിനായിട്ട് GIയിൽ ഒരു ഡോർ കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഫസ്റ്റ് ഫ്ലോറിലേക്കുള്ള സ്റ്റെയർ മൊത്തം ഐവറി കളർ ടൈലാണ് വിരിച്ചിരിക്കുന്നത്. 2 സൈഡിലും ബ്ലാക്ക് കളറിൽ ബോർഡർ കൊടുത്തിട്ടുണ്ട്. സ്റ്റെയറിൻ്റെ സ്റ്റെപ്പിൻ്റെ നീളം 87.5 സെൻറ്റിമീറ്ററും വീതി 26 സെൻറ്റിമീറ്ററുമാണ്. കടന്നു വരുന്നത് ഒരു പാസേജിലേക്കാണ്. ഈ പാസേജിൻ്റെ വലിപ്പം 100 സ്ക്വയർ ഫീറ്റാണ്. ഇതാണ് അപ്പർ ലിവിങ് ഏരിയ. ഈ അപ്പർ ലിവിങ് ഏരിയയുടെ വലിപ്പം 15 അടി നീളവും 10 അടി വീതിയുമാണ്. 150 സ്ക്വയർ ഫീറ്റാണ് ഈ അപ്പർ ലിവിങ് ഏരിയയുള്ളത്. ഇവിടെ ഒരു കുടുംബത്തിന് ആവശ്യമുള്ള രീതിയിലുള്ള ഫർണിച്ചറുകളും AC ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് ഈ വീട് വാങ്ങിക്കുന്നവർക്ക് ഒരു വിലയിട്ട് വേണമെങ്കിൽ വാങ്ങിക്കാവുന്നതാണ്. ഇതാണ് ഇവിടുത്തെ മൂന്നാമത്തെ ബെഡ്റൂം. ഈ ബെഡ്റൂമിൻ്റെ വലിപ്പം 11 അടി നീളവും 10 അടി വീതിയുമാണ്. 110 സ്ക്വയർ ഫീറ്റാണ് ഈ ബെഡ്റൂം ഉള്ളത്. ഇവിടെയും ഒരു വാർഡ്രോബ്സ് സെറ്റ് ചെയ്തിട്ടുണ്ട്. 3 ഡോറോട് കൂടിയ ഒരു വാർഡ്രോബ്സ് ആണിത്. ഈ ബെഡ്റൂമിനോട് ചേർന്ന് തന്നെ ഒരു ഡ്രസ്സിംഗ് ഏരിയയും കൂടി കാണാം. ഈ ഡ്രസ്സിംഗ് ഏരിയയുടെ വലിപ്പം 4.5 അടി നീളവും 3 അടി വീതിയുമാണ്. 13.5 സ്ക്വയർ ഫീറ്റാണ് ഈ ഡ്രസ്സിങ് ഏരിയ ഉള്ളത്. ഇവിടെ ഒരു ഡ്രസ്സിങ് ടേബിളൊക്കെ നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇതാണ് അറ്റാച്ച്ഡ് ബാത്റൂം. വാളിൽ വൈറ്റ് കളറും ബ്ലൂ കളറുമായിട്ടുള്ള ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഈ ബാത്റൂമിൻ്റെ വലിപ്പം 6.5 അടി നീളവും 4 അടി വീതിയുമാണ്. 26 സ്ക്വയർ ഫീറ്റാണ് ഈ ബാത്റൂം ഉള്ളത്. ഇനി നമുക്കിവിടെ പരിചയപ്പെടാനുള്ളത് ഒരു ബാൽക്കണിയാണ്. അത് ഈ അപ്പർ ലിവിങ് ഏരിയയുടെ പാസേജിനോട് ചേർന്നാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇതാണ് ബാൽക്കണി. ഇവിടെ ഫ്ലോറിൽ ബ്രൗൺ കളർ ആൻറ്റി സ്കിഡ് ടൈലാണ് വിരിച്ചിരിക്കുന്നത്. റൈറ്റ് സൈഡിൽ ഏകദേശം ഒരു 10 പേർക്കൊക്കെ ഇരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ചാരു ബെഞ്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്. ചാരുപടി കോൺക്രീറ്റിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ മുകൾ ഭാഗത്ത് ഗ്രാനൈറ്റ് സ്ലാബൊക്കെ സെറ്റ് ചെയ്ത് നല്ല ഭംഗിയാക്കിയിട്ടുണ്ട്. ഈ ബാൽക്കണിയുടെ വലിപ്പം
10 അടി നീളവും 6.25 അടി വീതിയുമാണ്. 67.5 സ്ക്വയർ ഫീറ്റാണ് ബാൽക്കണി ഉള്ളത്. ഇതാണ് ഇവിടുത്തെ ഓപ്പൺ ഏരിയ. ഇവിടെ വേണമെങ്കിൽ നമുക്ക് ഭാവിയിൽ റൂമുകളൊക്കെ എടുക്കാനുള്ള സൗകര്യമുണ്ട്. ഇല്ലെങ്കിൽ ഇവിടെ മൊത്തം ഒന്ന് ഡ്രസ് വർക്കൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മഴക്കാലത്തൊക്കെ അലക്കി വിരിക്കുന്നതിനും അലക്കുന്നതിനൊക്കെ ആയിട്ടുള്ള ഒരു സൗകര്യമാക്കി മാറ്റാവുന്നതാണ്. ഇവിടെ നിന്നും താഴത്തേക്ക് ഇറങ്ങുന്നതിനായിട്ട് ഒരു GIയിൽ ഒരു സ്റ്റെയർ കൊടുത്തിട്ടുണ്ട്. ഈ ഓപ്പൺ ഏരിയ ഏകദേശം 460 സ്ക്വയർ ഫീറ്റ് വലിപ്പമുണ്ട്. ഇതാണ് മുകളിലെ ടെറസിലേക്ക് കയറാനുള്ള സ്റ്റെയർ. GIയിലാണ് സ്റ്റെയർ സെറ്റ് ചെയ്തിരിക്കുന്നത്. സൈഡിൽ ഹാൻഡ് റെയിലൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ വാട്ടർ ടാങ്ക് സെറ്റ് ചെയ്യുന്നതിനായിട്ട് ഇത്തിരി ഹൈറ്റിലൊരു സ്റ്റാൻഡ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ മുകളിൽ വാട്ടർ ടാങ്ക് സെറ്റ് ചെയ്തിട്ടൊന്നുമില്ല. കൂടാതെ സൈഡിൽ മൊത്തം പാരപ്പറ്റ് കെട്ടി സേഫ്റ്റി ആക്കിയിട്ടുണ്ട്. അതിലും ചെറിയ ഡിസൈൻ വർക്ക് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ വീടിൻ്റെ അകത്തുള്ള എല്ലാ വിശേഷങ്ങളും കണ്ടു കഴിഞ്ഞു. ഇനി നമുക്ക് ചുറ്റുഭാഗം നടന്ന് പുറത്തുള്ള വിശേഷങ്ങളൊക്കെ ഒന്ന് കാണാം. ഇവിടെ മതിലിനോട് ചേർന്ന് തന്നെ ചെടിയൊക്കെ നടുന്നതിനായിട്ടുള്ളൊരു സൗകര്യം ചെയ്തിട്ടുണ്ട്. ഇതാണ് മുകളിലേക്ക് ഫസ്റ്റ് ഫ്ലോറിലേക്ക് കയറാനുള്ള സ്റ്റെയർ. അത് നമ്മൾ മുകളിൽ നിന്ന് കറക്റ്റായിട്ട് കണ്ടതാണ്. ഇവിടെ നിന്നും വൈറ്റില ജംഗ്ഷനിലേക്ക് 12 കിലോമീറ്ററാണ് ദൂരമുള്ളത്. തൃപ്പൂണിത്തുറയിലേക്ക് 8 കിലോമീറ്ററും നടക്കാവിലേക്ക് 1.5 കിലോമീറ്ററും മുളന്തുരുത്തിയിലേക്ക് 3.25 കിലോമീറ്ററും തിരുവാങ്കുളത്തേക്ക് 7.25 കിലോമീറ്ററും ചോറ്റാനിക്കരയിലേക്ക് 7.5 കിലോമീറ്ററും പോത്തോട്ടയിലേക്ക് 5 കിലോമീറ്ററും കാഞ്ഞിരമറ്റത്തേക്ക് 8.5 കിലോമീറ്ററും SN മെട്രോ സ്റ്റേഷനിലേക്ക് 9 കിലോമീറ്ററും കുണ്ടന്നൂർ ജംഗ്ഷനിലേക്ക് 12 കിലോമീറ്ററും കാക്കനാടേക്ക് 15.5 കിലോമീറ്ററും അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ മുളന്തുരുത്തിയിലേക്ക് 4.25 കിലോമീറ്ററും തൃപ്പൂണിത്തുറ റെയിൽവേ സ്റ്റേഷനിലേക്ക് 8 കിലോമീറ്ററും കൊച്ചിൻ റിഫൈനറിയിലേക്ക് 9 കിലോമീറ്ററുമാണ് ദൂരമുള്ളത്. ഈ ടാർ റോഡ് ഫ്രണ്ടായിട്ടുള്ള 5 സെൻറ്റ് സ്ഥലവും 1800 സ്ക്വയർ ഫീറ്റ് സെമി ഫർണിഷ്ഡ് ആയിട്ടുള്ള ഈ 2 നില 3 BHK വീടിനും കൂടി ഇവർ പ്രതീക്ഷിക്കുന്ന വില 65 ലക്ഷം രൂപയാണ്. റേറ്റ് നെഗോഷിയബിൾ ആണ്. നേരിട്ട് വന്ന് കണ്ട് സംസാരിച്ച് നിങ്ങൾക്ക് നല്ലൊരു ഡീലിലെത്താവുന്നതാണ്. എറണാകുളം റിയൽ എസ്റ്റേറ്റ് ആൻഡ് മാർക്കറ്റിംഗ് എന്ന ഈ യൂട്യൂബ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓളെന്ന് എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാൻ പോസ്റ്റ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. നിങ്ങളുടെ പരിചയത്തിൽ ആരെങ്കിലും നല്ല കൺസ്ട്രക്ഷനിലുള്ള വീടുകളൊക്കെ വാങ്ങിക്കുന്നതിനായിട്ട് അന്വേഷിച്ച് നടക്കുന്നുണ്ടെങ്കിൽ ഈ ചാനൽ അവരിലേക്ക് പരിചയപ്പെടുത്തി കൊടുക്കുക. ബാങ്ക് ലോൺ ആവശ്യമുള്ളവർക്ക് ഞങ്ങൾ തന്നെ വീടിൻ്റെ പേപ്പേഴ്സൊക്കെ എടുത്ത് ബാങ്കിൽ സബ്മിറ്റ് ചെയ്ത് ലോൺ പാസ്സാക്കി കൊടുക്കുന്നതായിരിക്കും. വീട് നേരിട്ട് വന്ന് കാണണമെന്ന് ആഗ്രഹിക്കുന്നവർക്കായി വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും എൻ്റെ നമ്പർ ആഡ് ചെയ്തേക്കാം. കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. നല്ല നല്ല സജഷൻസ് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. ഇത്രയും നേരം ഈ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.